നമസ്കാരം. വെഞ്ഞാറമൂട് അതിദാരുണമായ കൊലപാതക പരമ്പര നടത്തിയ അഫാൻ എന്ന ചെറുപ്പക്കാരൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഇയാൾക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോ റിപ്പോർട്ടിന് പിന്നാലെ ധാരാളം പരിഹാസങ്ങളും വിമർശനങ്ങളും വധഭീഷണിയും അടക്കം കമൻറ്റുകളായി വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം പ്രേക്ഷകരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾ വരും എന്ന അഭിപ്രായമാണ് ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനമായും വന്ന വിമർശനങ്ങൾ, അതായത് ഈ വീഡിയോയ്ക്ക് പിന്നാലെ വന്ന വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഭവത്തെ, ഈ കൊലപാതക പരമ്പരയെ ഒരു മതവുമായി ബന്ധിപ്പിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമായിരുന്നു. ഒരു മതത്തെയും ആ വീഡിയോ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ മാത്രമാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ മാത്രമാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഭീകര സംഘടനയെ മാത്രമാണ്. അങ്ങനെ ഒരു ഭീകര സംഘടനയെ പരാമർശിക്കുമ്പോൾ അതിലേക്ക് മതത്തെ വലിച്ചു കൊണ്ടുവന്നത് ഈ കമൻ്റ് ഇട്ടവരാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതൊരു വർഗീയ നിലപാട് അല്ലെങ്കിൽ വർഗീയ സന്ദേശം പുലർത്തുന്ന ഒരു വീഡിയോ ഒന്നുമല്ല. സാഹചര്യങ്ങളെ മറ്റു ചില സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു എന്ന് മാത്രം. അത്തരം സംശയങ്ങൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട പല കാരണങ്ങളുമുണ്ട്. എന്തായാലും ഞങ്ങളുടെ രണ്ടാമത്തെ വിശദീകരണം എന്നത് ഈ ഒരു പല കമൻറ്റുകളിലും പറഞ്ഞിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിശീലനം കിട്ടിയിട്ട് ഭീകരപ്രവർത്തനം കാണിക്കുന്നത് സ്വന്തം കുടുംബത്തോടാണോ എന്നൊരു ചോദ്യമാണ്. പക്ഷേ ഈ നടത്തിയ കൊലപാതകങ്ങൾ ഒരിക്കലും ഭീകരാക്രമണമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഭീകരാക്രമണം നടത്താനായി പരിശീലനം കിട്ടിയിട്ടുള്ള ഒരാൾ പ്രതികൂലമായ ഒരു നിമിഷത്തിൽ സ്വന്തം കുടുംബത്തെ ഇങ്ങനെ അതിദാരുണമായി കൊല ചെയ്യുന്നു. അതിന് പിന്നിൽ അയാൾക്ക് ലഭിച്ച പരിശീലനമാണോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. അതായത് 6 പേരെയാണ് ഇയാൾ തലയ്ക്കടിച്ച് കൊന്നതിൽ ഇയാൾ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ ഒരാൾ മരിച്ചിട്ടില്ല. 5 പേരാണ് മരിച്ചത് എങ്കിൽ പോലും 6 കൊലപാതകങ്ങളാണ് അയാൾ അവിടെ നടത്തിയിട്ടുള്ളത്. ഈ 6 എണ്ണവും പട്ടാപ്പകൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഗരമധ്യത്തിൽ നടന്ന കൊലപാതകങ്ങളാണ്. നിഗൂഢമായ രഹസ്യ കേന്ദ്രത്തിലൊന്നും വച്ച് നടന്നിട്ടുള്ള കൊലപാതകമല്ല. ഈ 6 കൊലപാതകങ്ങളും വളരെ ഭംഗിയായി നടപ്പാക്കിയതിന് ശേഷം കുളിച്ച് അത്തറും പൂശി ഓട്ടോറിക്ഷ പിടിച്ച് അതിനിടയിൽ മൊബൈലിൽ ഒരു സിനിമയും കണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രതി ഈ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് പുറം ലോകം ഈ കൊലപാതകങ്ങളെക്കുറിച്ച് അറിഞ്ഞത്. ഈ പെർഫെക്ഷന് പിന്നിൽ ഇയാൾക്ക് പരിശീലനം കിട്ടിയിട്ടുണ്ടോ, ആ പരിശീലനത്തിന് പിന്നിൽ ഭീകര സംഘടനയാണോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഈ സംശയം പോപ്പുലർ ഫ്രണ്ടിലേക്ക് നീളാൻ പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഈ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് NIA ഈ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള അന്വേഷണവും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ള രേഖകളും പത്ര റിപ്പോർട്ടുകളും അതുപോലെ തന്നെ NIA കുറ്റപത്രങ്ങളും അടക്കം പരിശോധിച്ചാൽ തീർച്ചയായും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തന രീതി കേരളം ശരിക്കും അറിയുന്നത് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെ ലിസ്റ്റിട്ട് അവരെ എതിർക്കുന്നവരെ കൊന്നൊടുക്കാനായി തയ്യാറായിരുന്നു. ഇതിനുവേണ്ടി പരിശീലനങ്ങൾ നൽകിയിരുന്നു. ഈ പരിശീലനങ്ങൾ നൽകിയിരുന്നത് കേരളത്തിലെ ചില ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രങ്ങൾ വഴിയായിരുന്നു. ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ വഴിയായിരുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ടിനെ എന്തിനു നിരോധിച്ചു എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോഴും പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആ പ്രധാനപ്പെട്ട കാരണം എന്നത് രാജ്യത്തിനകത്ത് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതുകൊണ്ട് എന്നതാണ്. എവിടെയാണ് ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്? പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും കേരളത്തിലാണ്. അവരെല്ലാം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ടുകെട്ടിയിട്ടുമുണ്ട്. ഇനി ആരൊക്കെയാണ് ഈ കേന്ദ്രങ്ങളിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്? പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻനിര നേതാക്കന്മാരെല്ലാം അറസ്റ്റിലാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ താഴെ തട്ടിലെ പ്രവർത്തകരെല്ലാം ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ടല്ല എങ്കിലും മറ്റു പല സംഘടനകളുമായി ചിതറിക്കിടക്കുകയാണ്. അവർ നേരത്തെ പരിശീലനം കൊടുത്തവർ ഇപ്പോഴും സമൂഹത്തിലുണ്ടോ? ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ അവരുടെ പരിശീലനമായിരുന്നോ? എന്നീ ആശങ്കകളാണ് ഞങ്ങൾ പങ്കുവച്ചത്. ആ ആശങ്കകൾക്ക് ഒരടിസ്ഥാനം ഈ പറയുന്ന NIAയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം എന്നത് ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസാണ്. അതായത്
BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ വധിച്ചത് ഇതുപോലെ ചുറ്റിക കൊണ്ട് ഒരൊറ്റയടിക്ക് തലയടിച്ച് പൊട്ടിച്ചിട്ടാണ്. പിന്നീട് മറ്റായുധങ്ങളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്താൻ ഉള്ള മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ഒരു കൊലപാതകം നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായ വിവരങ്ങളുണ്ട്. മാത്രമല്ല, ഈ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശം മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു എന്ന് പ്രദേശവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടാണ് ഇത്തരം ഗ്രൂപ്പുകളെ പുറത്തു കാണാനില്ലാത്തത്. പക്ഷേ അവർ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് തങ്ങൾക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇത്തരം ഗ്രൂപ്പുകൾ ആ പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നത് ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലഹരിക്ക് പുറത്ത് ചെയ്തതാണ് എന്ന് പരക്കെ ഒരു അഭിപ്രായമുണ്ട്. ലഹരി തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഹരി വാങ്ങാൻ പണം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആളുകൾ കാണിക്കും എന്നൊക്കെ പരക്കെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ ഈ കേസിൽ ലഹരി ഒരു കഥാപാത്രമേ അല്ല എന്ന് ശാസ്ത്രീയമായി തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. അതായത് ഈ പറയുന്ന അഫാൻ്റെ രക്തപരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് മദ്യമല്ലാതെ മറ്റൊരു ലഹരി പദാർത്ഥവും ഇയാൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഇയാളുടെ തലയ്ക്ക് മത്ത് പിടിച്ചതുകൊണ്ട് മാത്രം നടത്തിയ കൊലപാതകം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അഫാൻ്റെ ബന്ധുക്കൾ തന്നെ, അതായത് ഇപ്പോൾ ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഫാൻ്റെ മാതാവിൻ്റെ ബന്ധുക്കൾ തന്നെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വസതിക്ക് മുന്നിലെത്തി, ഈ കൊലപാതകം നടത്തിയ വസതിക്ക് മുന്നിലെത്തി മടങ്ങിപ്പോയിരുന്നു. അവർ വാർത്താമാധ്യമങ്ങളോട് ആ സമയം പറഞ്ഞത്, ഈ അഫാൻ്റെ അമ്മ ഞങ്ങളെല്ലാവരുമായും നല്ല ബന്ധം പുലർത്തുന്നയാളാണ്. പക്ഷേ ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി കുടുംബത്തിലെ മറ്റൊരാളുമായും ബന്ധം പുലർത്താത്ത വ്യക്തിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പം അയാളുമായിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇയാൾ സ്വന്തം കാര്യം മാത്രം നോക്കി. അവർ പ്രത്യേകമായി മറ്റൊരു പദം കൂടി ഉപയോഗിച്ചു, നിഗൂഢമായ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നയാളാണ് എന്നാണ്. ഈ നിഗൂഢതയാണ് നമ്മുടെ കഴിഞ്ഞ വാർത്താ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായത്. മാത്രമല്ല, അഫാൻ്റെ ചില കഴിഞ്ഞകാല ചെയ്തികൾ അതും സംശയാസ്പദമായിരിക്കുകയാണ്. പോലീസ് ഇക്കാര്യങ്ങളിലെല്ലാം വേണ്ടത്ര അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ്. കാരണം ഇയാളുടെ പക്കലുണ്ടായിരുന്ന വാഹനമടക്കം വിറ്റ തുകയിൽ ഒരു ഭാഗം വിദേശത്തേക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. 1 ലക്ഷം രൂപയോളം വിദേശത്തേക്ക് അയച്ചു കൊടുത്തു. ഈ അയച്ചതിന് കാരണം പറയുന്നുണ്ട്. തീർച്ചയായും ഇയാളുടെ പിതാവ് അവിടെയാണ്, അവിടെ യാത്രാ വിലക്കുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അയാളുടെ ചിലവിനും മറ്റുമായിട്ട് ഒക്കെ ആയിട്ട് അയച്ചു കൊടുത്തതായിരിക്കാം. ഇയാൾ ഏത് വഴിയാണ് ഈ 1 ലക്ഷം രൂപ അയച്ചത് എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. അത് കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ 1 ലക്ഷം രൂപ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത്? അത് നിയമവിധേയമായിട്ടാണോ അതോ നിയമവിരുദ്ധമായിട്ടാണോ പുറത്തേക്ക് കൊണ്ടുപോയത്? മാത്രമല്ല, ഇയാൾ തൻ്റെ അമ്മയും സഹോദരനുമായി 9 മാസത്തോളം സൗദി അറേബ്യയിൽ താമസിച്ചു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ വിദേശ യാത്രകൾ, വിദേശത്തേക്കുള്ള പണമിടപാടുകൾ, മാത്രമല്ല നിഗൂഢമായ സ്വന്തം കാര്യം, ബന്ധുക്കൾ പറയുന്ന വാക്കാണ്, നിഗൂഢമായ സ്വന്തം കാര്യം എന്തായിരുന്നു? ഇതെല്ലാം തീർച്ചയായും അന്വേഷിക്കാൻ പോലീസിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ പലരും സംശയിക്കുന്നത്. കേന്ദ്ര ഏജൻസിയായ NIA വരും എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. കേന്ദ്ര ഏജൻസിയായ NIA വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കും, രഹസ്യാന്വേഷണ ഏജൻസികൾ, കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.